മൈനസ് എക്സെട്ര സമണ്ട പറഞ്ഞ ഉത്തരം പറ. ഏതൊക്കെ സംഖ്യയുടെ ഗുണനഫലം 3 × 4 = 12 അല്ലെ? നെഗറ്റീവ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ ആൻസർ പറ. അതൊക്കെ പറയണേ. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോക്കിയപ്പോ ഒന്ന് നോക്കിയേ. √20 മൈനസ് √20 മൈനസ് √20 മൈനസ് എക്സെട്ര സമണ്ട പറ. അതൊക്കെ പറ. 4 × 5 = 20 അല്ലെ? ചോദ്യത്തിൽ നെഗറ്റീവാണ്, ഉത്തരം ചെറിയ സംഖ്യ ആൻസർ പറ. അതൊക്കെ പറ. അവസാനമായിട്ട് ഒന്ന് നോക്കി വരെ. √6 മൈനസ് √6 മൈനസ് √6 മൈനസ് എക്സെട്ര പറ. 2 × 3 = 6 ചെറിയ സംഖ്യ ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ ആൻസർ പറ. അടുത്തടുത്ത 2 സംഖ്യകളുടെ ഗുണനഫലം എടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യയും നെഗറ്റീവ് ആണെങ്കിൽ അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് എക്സെട്ര ഉള്ള കൃത്യം വന്നാൽ നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഏതൊരു ചോദ്യം ചോദിച്ചാലും പോസിറ്റീവ് ആണെങ്കിൽ ചെറിയ സംഖ്യയും നെഗറ്റീവ് ആണെങ്കിൽ ഇനി നോക്കിയ പോലെ ഈ ഏതെങ്കിലും ഒരു ചോദ്യത്തിലുള്ള എന്റെ ഉത്തരം ശ്രദ്ധിക്കുക. എക്സെട്രയുടെ ഇൻറ്റു ആണ് അല്ലെ? പോസിറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നോക്കിയ പോലെ ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു നോക്കുമ്പോ ഇൻറ്റു എക്സെട്ര ഉണ്ട് √20 × √20 ഇൻറ്റു ആണ്. ഇൻറ്റു ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട മക്കളെ, ഉത്തരം അതേ സംഖ്യ തന്നെയായിരിക്കും. അപ്പൊ ആൻസർ പറ. ഉറക്കെ പറ. ചോദ്യം പാട് ഉത്തരം ഒന്നും എവിടെ നോക്കി മക്കളെ. √13 × √13 എക്സെട്ര സമണ്ട പറ. വെരി ഗുഡ്. പോസിറ്റീവ് പഠിച്ചു, നെഗറ്റീവ് പഠിച്ചു, എക്സെട്ര ഉള്ള മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. എന്നെ മനസ്സിലായല്ലോ. ഇനി അവസാനമായിട്ട് വരെ ഒരു ചോദ്യമുണ്ട്. അതാണ് ഈ ഡിഗ്രി ലെവലിലെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ വരെ. √20 × √20 സമൻ ഡാഷ്. ഇവിടെ എക്സെട്ര ഉണ്ടോ? ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനാണ്. വളരെ നന്നായി ശ്രദ്ധിക്കണം. നോക്കുക. അപ്പൊ √20 മൈനസ് √20 മൈനസ് √20 മൈനസ് √20 നമുക്ക് എഴുതുത്തരം പറഞ്ഞേ. 4 ജലി പറഞ്ഞു. ഈ സ്ഥാനത്ത് √20 × √20 സമണ്ട. ചോദ്യം അല്ല, അവിടെ എക്സെട്ര ഉണ്ടെങ്കിൽ 20. ഇവിടെ എക്സെട്ര ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എക്സെട്ര ഉണ്ടോ? ഇവിടെയാണ് നമ്മൾ പുതിയൊരു പാഠം പഠിക്കാനുള്ളത്. നമുക്കറിയാം √x വാല്യൂ എന്താ മക്കളെ? x⁻². ഓക്കെ പറ. √x ആൻസർ x⁻². അപ്പൊ √20 ആൻസർ എന്തായിരിക്കും? വരെ പറ. 20⁻². ഓക്കെ. ആ 1/2 2 ആണ് നമ്മളിവിടെ കൊടുക്കുക. പ്രധാന കാര്യം. ഇനി ഓരോന്നിന്റെ ഇരട്ടി എന്റെ കുട്ടികൾ പറയണം. 2 ഇരട്ടി പറ. 4 ഇരട്ടി പറ. 8 ഇരട്ടി പറ. ഇരട്ടി 2 4 8 16. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാൻ പോവാണ്. നമ്മുടെ ചോദ്യത്തിലെ സംഖ്യ 20 ആണ്. 20 ഒരു പവറായിട്ടായിരിക്കും ഇതിന്റെ ആൻസർ. പവറായിട്ട് പിടിക്കട്ടെ. പവർ. ഈ പവർ എങ്ങനെ നോക്കി അല്ലെ? ലാസ്റ്റ് നമ്പർ എടുക്കുക. ലാസ്റ്റ് നമ്പർ അതാണ് പറയാം. ലാസ്റ്റ് നമ്പർ -1 ലാസ്റ്റ് നമ്പർ ഒന്ന് പറഞ്ഞേ. ലാസ്റ്റ് നമ്പർ -1 ലാസ്റ്റ് നമ്പർ. ഇവിടെ നോക്കി നോക്കണേ. 20⁻² ലാസ്റ്റ് നമ്പർ 16 അല്ലേ? അല്ലെ? 16 1 കുറയ്ക്കുക /16. ആൻസർ പറ. 20⁻15 /16. 5 എപ്പോഴും നമുക്ക് എക്സെട്ര ഇല്ലാത്ത ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാസ്റ്റ് nnumber -1 ലാസ്റ്റ് നമ്പർ പറഞ്ഞേ. ലാസ്റ്റ് നമ്പർ -1 ഒരു ചോദ്യം √3 × √3 സമം ഡാഷ് ചോദിക്കാം. കൃത്യമായിട്ട് പറഞ്ഞാല് 2 പറ 4 8. അപ്പൊ നമ്മൾ ആദ്യം ചോദ്യ സംഖ്യ എന്താ പറയുക? ചോദ്യം 3 അല്ലേ? 3 എഴുതി. ലാസ്റ്റ് നമ്പർ 8 അല്ലേ? 8 -1 പറ. 7/8. 7/8. ഈ 4 ചോദ്യങ്ങൾ പഠിച്ചാൽ നമുക്ക് റൂട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. എന്റെ വീട്ടിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പ്ലസോ മൈനസോ ആണ് നിഷ്പ്രയാസമാണ്. എന്ത് ചെയ്താൽ മതി? അടുത്തടുത്ത 2 സംഖ്യകളുടെ ഗുണനഫലം എടുക്കാം.
പോസിറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ, നെഗറ്റീവ് ആണെങ്കിൽ ചെറിയ സംഖ്യ. ഗുണം എടുക്കുമ്പോൾ രണ്ട് കണ്ടീഷനാണ് മക്കളെ, രണ്ട് ലക്ഷം. ഒന്നതാണ് എക്സെട്ര ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, രക്ഷപ്പെട്ടു, ഉത്തരം അതേ സംഖ്യ തന്നെ. എക്സെട്ര ഉണ്ടെങ്കിൽ ഏറ്റവും തപ്പുസ്റ്റ് എങ്ങനെ ചെയ്യാം? ആ ബേസ് സംഖ്യ എഴുതുക, ലാസ്റ്റ് നമ്പർ റൂട്ട് ഓഫ് 20 പ്ലസ് റൂട്ട് ഓഫ് 20 പ്ലസ് റൂട്ട് ഓഫ് 20 പ്ലസ് റൂട്ട് ഓഫ് 20 പ്ലസ് എക്സെട്ര 7 ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ട്രിക്കുകൾ എഴുതി വെച്ചേക്കാം. അത് പറയുന്നത് ഒരേക്ക് വരെ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ മറക്കില്ല വരെ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് 20. അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് 20. 4 × 5 = 20. 4 × 5 = 20. 4 × 5 = 20. ചോദ്യത്തിൽ ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ ചോദ്യത്തിൽ ചിഹ്നം പോസിറ്റീവ് ആണെങ്കിൽ ചോദ്യത്തിൽ ചിഹ്നം പോസിറ്റീവിന് അടിവര കൊടുക്കുക ആണെങ്കിൽ വലിയ സംഖ്യയും നെഗറ്റീവ് ആണെങ്കിൽ ചെറിയ സംഖ്യയുമായിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ, നെഗറ്റീവ് ആണെങ്കിൽ ചെറിയ സംഖ്യയുമായിരിക്കും. ഒരു ചോദ്യത്തിൽ മാത്രം ഈ നല്ല ചെയ്യാൻ മതി, അതൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ എങ്ങനെ പോലെ ഫിക്സ് ചെയ്യാം? പോസിറ്റീവ് ആയതുകൊണ്ട് പറവരെ, പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ 5. മറക്കലെ പോലെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഇനി എല്ലാത്തിനും നമ്മുടെ ആ ആൻസറിലോട്ട് കടന്നു പറയല്ല പറയും. റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 എക്സെട്ര 7 എക്സെട്ര 7. ഓക്കെ, അപ്പൊ ഒറ്റ കാര്യം വീട്ടിൽ കാണിക്കുക. 5 × 6 = 30. അത് മാത്രം മതി. 5 × 6 = 30. നെഗറ്റീവ് അല്ലേ മക്കളെ? നെഗറ്റീവ് അല്ലേ? അപ്പൊ എന്തൊരു നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ 5. നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ 5. സെറ്റായോ? അങ്ങനെ മനസ്സിലായ പോലെ ഒരിക്കലും മക്കളെ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് റൂട്ട് ഓഫ് 6 മൈനസ് റൂട്ട് ഓഫ് 6 മൈനസ് റൂട്ട് ഓഫ് 6 മൈനസ് എക്സെട്ര 7. 6 മൈനസ് റൂട്ട് ഓഫ് 6 മൈനസ് റൂട്ട് ഓഫ് 6 എക്സെട്ര 7. എന്തെഴുതും നിങ്ങളെ? പറ 2. 2 × 3 6 നെഗറ്റീവ് ആയതുകൊണ്ട് 2. തെറ്റായ മക്കളെ, അടിപൊളിയായ പ്ലസ് മൈനസും പഠിച്ചില്ല പോലെ. അടുത്തത് റൂട്ട് ഓഫ് 20 ഇൻറ്റു റൂട്ട് ഓഫ് 20 ഇൻറ്റു റൂട്ട് ഓഫ് 20 ഇൻറ്റു റൂട്ട് ഓഫ് 20 7 എക്സെട്ര 7 എക്സെട്ര 7. എന്താ പറയുന്നത്? എക്സെട്ര ഉണ്ടെങ്കിൽ ഉത്തരം അതേ സംഖ്യ. എക്സെട്ര ഉണ്ടെങ്കിൽ ഉത്തരം അതേ സംഖ്യ തന്നെയായിരിക്കും. എക്സെട്ര ഉണ്ടെങ്കിൽ ഉത്തരം അതേ സംഖ്യ തന്നെയായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ക്വസ്റ്റ്യൻ ആ സെക്ഷനിലെ റൂട്ട് ഓഫ് 13 ഇൻറ്റു റൂട്ട് ഓഫ് 13 ഇൻറ്റു റൂട്ട് ഓഫ് 13 ഇൻറ്റു റൂട്ട് ഓഫ് 13 7. 13 റൂട്ട് 13 റൂട്ട് 13 ഇവിടെ എക്സെട്ര ഇല്ല 7. എന്റെ കുട്ടി പറഞ്ഞവര് 2 അതി കാണിക്കുക 4 8 16. 2 4 8 16. ഓക്കെ, അപ്പൊ ആൻസർ നോക്കി വരെ 13 അല്ലേ? അതുപോലെ ലാസ്റ്റ് നമ്പർ 16 ആണ്. അതുപോലെ കാണിക്കണം ലാസ്റ്റ് നമ്പർ -1
ബൈ ലാസ്റ്റ് നമ്പർ. ഒരു ബോക്സ് വരെ 13 റൈസ് ടു ലാസ്റ്റ് നമ്പർ -1 ബൈ ലാസ്റ്റ് നമ്പർ. അപ്പൊ കാണിക്കൂ 13 റൈസ് ടു 16 -1 ബൈ 16 ഇസ് ഈക്വൽ ടു 13 റൈസ് ടു 15 ബൈ 16 ഇസ് ഈക്വൽ ആൻസർ. ഓക്കെ, ഇതാപോലെ ഏറ്റവും ടഫായി ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. മറക്കല്ലേ പറ്റും, ഒരു 100 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എളുപ്പമാണ്. കഴിവോടെ നമ്മൾ ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പോകാൻ നോക്കി. ഇത് നിങ്ങൾ എല്ലാവരും ശരിയാക്കണം. എല്ലാവരും √7 √7 √7 √7 7 ചെയ്താ നോക്കണേ. പറഞ്ഞോ. 2 പറ 4 8 16 32. ഓക്കെ, മനസ്സിലോട്ട് വന്നേ പറ ഓർക്കെ പറ. 7 റൈസ് ടു പറഞ്ഞോ 32 -1 ബൈ 32. ഉത്തരം പറ 31 ബൈ 32 ഇസ് ആൻസർ. 7 റൈസ് ടു 31 ബൈ 32. മനസ്സിലായല്ലോ.